വമൻ സലിമന്നാസു മിൻഹു സലിമഹു മിനന്നാസ്. ജനങ്ങളെ ഒക്കെ ഓനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ജനങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്നൊന്നും അവന് ഉണ്ടാവും. നല്ല ഉപകാരം ഉണ്ടായാൽ ജനങ്ങളൊക്കെ ഓനെ തൊട്ട് ഉപദ്രവം കാര്യമൊന്നും രക്ഷപ്പെട്ടെന്നാണ് ഓനും ജനങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയും. ഒമൻ അമ്മാരന്നാസി ജനങ്ങളെ മേലിൽ വല്ല ഒരുത്തരും എന്താണെന്നറിയാമോ? നമീമത്ത് പറയുകയാണെങ്കിൽ ഇഫ്തഖറബി ദീനിയോ ദുന്യ, അവൻ ദീനിലും ദുനിയാവിലും സാധുവാണ്, ഒന്നുമില്ല അവന്റെ അടുത്ത്. ഫസാറ മിൻ ഖുദ്ദാമി ഇബ്ലീസ, അങ്ങനെ അവൻ ഇബ്ലീസിന്റെ സേവകന്മാരുടെ കൂട്ടത്തിൽ പെട്ടവനാകുന്ന. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാർ ചിന്തിച്ചത്. അപ്പൊ ഫത്ശിയാഖി നഫ്സക, എന്റെ സഹോദര നിന്റെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പരിശോധിക്കും. വൻദുർ ഹൽ സലിംത മിനൽ ഹസദി ഇഖ്വാനിക്കൽ മുസ്ലിമീന അലാമ ആതാഹുമുല്ലാഹു തആല മിൻ ഫദ്ലിഹിം, അള്ളാന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹ് ജനങ്ങൾ കൊടുത്തതിന്റെ മേൽ മുസ്ലിങ്ങളായ നിന്റെ സഹോദരന്മാരോട് വല്ല അസൂയത്തൊട്ടും ഉണ്ടോ? ആ അസൂയത്തൊട്ടും രക്ഷപ്പെട്ടിട്ടുണ്ടോ? വഹൽ ബദൽതലഹുമുൻ നസിയത, സതുപദേശം സൽഗുണം നീ അവർക്ക് പകരമാക്കിയിട്ടുണ്ടോ? അവർക്ക് നീ ആലോചിച്ച് നോക്ക്. കമാ അമറക്കല്ലാഹു, അല്ലാഹു തആല നിന്നോട് കൽപ്പിച്ചതുപോലെ. അതോ അം അൻത ബിദ്ദിമിൻ ദാലിക, ഈ പറയപ്പെട്ട കാര്യത്തിൽ നേരെതിരായിരുന്നോ നീ? വസ്തഗ്ഫിരില്ലാ, നീ അല്ലാഹുവിന്റെ പൊറുക്കലിനെ തേടിക്കോ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒമിൻ അഖ്ലാഖിൻ റളിയല്ലാഹു തആല അൻഹും സിദ്ദത്തുൽ ജൂ, അത് കഠിനമായ വിശപ്പ്, നല്ലോണം വിശക്കും, വയറ് നിറച്ചു നടക്കൂല. ആദ്മിഷിബ, അവരെന്താണെന്നറിയാമോ? വയറ് നിറക്കാതിരിക്കുക, വളരെ പട്ടിണി കിടക്കുക, ഇതായിരുന്നു ഒരു സ്വഭാവം. പതാലിക്ക, വയറ് നിറക്കാതെയും വിശന്ന് കഠിന വിശപ്പും എന്തിനാ? ലി യുക്സിറ സുംതുഹും, അവർക്ക് മൗനത്തെ അധികരിപ്പിക്കാൻ വേണ്ടി. യുക്കില്ല കലാമും, അവിടെ സംസാരം കുറക്കാൻ വേണ്ടി. അപ്പൊ പൊതുവെ ലഹവിയും, അവരുടെ വേണ്ടാത്ത വാക്കുകളും കുറക്കാൻ വേണ്ടി. അപ്പൊ വേണ്ടാത്ത വാക്കുകളും ഉണ്ടാവില്ല, കുറെ ഓവർ സംസാരിക്കൂല്ല, എന്നാ മൗനം ഉണ്ടാവും ചെയ്യും. ഇതൊക്കെയാണ് കൂടുതൽ. ഇതൊക്കെ ആവണമെങ്കിൽ തടിക്ക് എന്ത് വേണം? തിന്നാൻ വല്ലാതെ കൊടുക്കരുത്, കുറച്ചീച്ച കൊടുക്കാവോ, വിശപ്പ് മാറി ആ നിലക്ക്. വളരെയധികം വയറ് നിറക്കാതിരിക്കുക. ഇത് ഞമ്മക്ക് പറ്റിയ വാഹനം അല്ല ഭക്ഷണമാണെങ്കിൽ അടിച്ചു കയറ്റി കണക്കന്നെ ഉണ്ടാവില്ല. എന്നിട്ട് അത് ദഹിക്കൂല, നേരം പോകും, ഇവിടെ വീപ്പ് മുട്ടും, എന്നിട്ട് വായു വിടാൻ കഴിയൂല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്താ വേഗം ദഹിച്ചു വിടാൻ പറ്റുന്ന പെപ്സിയോ കോപ്സിയോ കൂടെ അടിച്ചിട്ട് തുമ്പില്ലാതാക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കും മനുഷ്യന്മാർ ചെയ്യുന്നത്. ഇതൊന്നും ശരിയല്ല. നല്ലൊരു ബുദ്ധിമാനായിട്ടും നല്ലൊരു മൗനിയായിട്ടും നല്ല ചിന്തകനായിട്ട് ജീവിക്കണമെങ്കിൽ ശരീരത്തിന്റെ വികാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ വികാരം നിയന്ത്രിക്കാൻ പറ്റുന്ന ഔഷധം എന്താ? നല്ല ആഹാരങ്ങൾ വളരെ കുറച്ച് തിന്നുക, വിശപ്പ് കൂടുതൽ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെയാണ് കമാഹുവാൽ ആമിലീന, അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്തെടുക്കുന്ന പണ്ഡിതന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്താ കാരണം? ഇന്നമൻ ശബിയ കസുറ കലാമഹു ഹിമാലയായനീ, വയറ് നിറച്ച് വല്ലോണം വയറ് നിറച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിർബന്ധമായി സംസാരം കൂടിയിരുന്നു. ഇങ്ങനെയാണ് ഈ ഓവർ സംസാരമൊക്കെ വരുന്നത്. വയറ് നിറച്ച് തടിക്ക് നല്ല സുഖം ഉണ്ടാക്കി നടന്നാൽ അങ്ങനെയാണ്. ഇപ്പൊ കാന മുഹമ്മദുർ റാഹിബ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മൻ അദ്ഖല ബി ബത്നി ഫുദൂലത്ത് ആമി, ആവശ്യത്തിൽ അധികമുള്ള ഭക്ഷണം തന്റെ വയറ്റിലേക്ക് ഒരാൾ കടത്തി വിട്ടാൽ, നബിന അഖ്റജ മിൻ ലിസാനി ഫുദൂൽ കലാമി, നബിന ആവശ്യമില്ലാത്ത സംസാരം ഓലെ നാക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ വയറ് നിറക്കുന്നതിനനുസരിച്ചൊക്കെ സംസാരം കൂടി വരും. അത് ഓവർ സംസാരമായിരിക്കും, കാര്യം ഉണ്ടാവില്ല. വയറ് നിറക്കൽ ഓവറാണല്ലോ, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഈ ഓവർ വയറിറക്കൽ അത് അമിതമാണ്. അങ്ങനെ വരുന്ന സംസാരത്തിലും അമിതമുണ്ടാവും, അസത്യങ്ങളുണ്ടാവും. അപ്പൊ കാന സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, റമ്യുന്നാസി ബിസ്സിഹാമി അഖഫു മിൻ റമ്യിഹിം ബിൽ ലിസാനി ലിഅന്നഹു ലാ യുഖ്തിഉ എന്ന, ജനങ്ങൾ അമ്പെടുത്ത് എറിയാന്നുള്ളത് ഏറ്റവും ലഘുവായ കാര്യമാണ്. എന്നേക്കാൾ ജനങ്ങളെ നാവുണ്ട് എറിയല്, നാവ് വശമാണല്ലോ. അപ്പൊ ആ നാവ് കൊണ്ട് എറിയുന്നതിനേക്കാൾ ഏറ്റവും നല്ല നേരെ ചൊവ്വ എറിയാൻ പറ്റും നാക്കുകൊണ്ട്, അല്ല ഇതാണ് അമ്പ് കൊണ്ടാണ്. ഈ അമ്പ് കൊണ്ടുള്ള ഏറ് നല്ലതാണ് ഈ നാക്കുകൊണ്ട് എറിയുന്നതിനേക്കാൾ എന്നാ. കാരണം അന്നൂലായുക്തിയോ, നേരെ എറിയുന്ന പയക്കൂല, അങ്ങനെയാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് നാവ് നിയന്ത്രിക്കാൻ നടത്തും. അപ്പൊ കാന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു യഖൂലു, ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, അൽ കലിമത്തു കസ്സൈമി, കലിമത്ത് എന്ന് പറഞ്ഞാൽ അമ്പ് പോലെയാണ്. ഇൻ ഖറജത്ത് മിൻക
ആ നാക്ക് നിന്നി നിന്നെങ്ങാനും ആ കെലിമത്ത് പുറത്തു വന്നാൽ മലക്കത്തുക്ക വലം തമ്പിക്കുക, നാക്കിനെ ഉടമയാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല, നാക്ക് നിന്നെ ഉടമയാക്കിയിടും. അതായത് ആ കെലിമത്ത് വിട്ട കെലിമത്തുണ്ടല്ലോ അത് നിനക്ക് വിലയാകും, നിനക്കതിനെ നിയന്ത്രിക്കാൻ കഴിയൂല. അപ്പൊ ആലോചിച്ച് സംസാരിക്കുക. കയ്യിൽ നിന്ന് വിട്ടുപോയാൽ കല്ല് ആയുധമായതുപോലെ നാക്കും ഇന്ന് വല്ലതും വിട്ടുപോയാൽ നിയന്ത്രിക്കാൻ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ കാരണം ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ യഖൂലു, മഹാൻ പറയുന്നു, ഖുൽതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് മാ അക്സറു മാ തഖാവു അലയ്യ. ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ എന്റെ മേൽ അങ്ങ് ഭയപ്പെടുന്ന കാര്യത്തിൽ അധികമുള്ളത് ഏതാണ്, അധികമായിട്ട് ഭയപ്പെടുന്നത് ഏതാ? കാല മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഹാദ, ഇത് പറഞ്ഞുകൊണ്ട് വാഷാ ഇലാ ലിസാനി, നബി തങ്ങൾ അവിടുത്തെ നാക്കിലേക്ക് നീട്ടിക്കാണിച്ചു കൊടുത്തു, ഇതാണ് എന്നാണ്. ഇത് വലിയ അപകടം ചെയ്യുന്നത്. കാന ഇബ്രാഹിം നഖി റഹിമഹുല്ലാഹു തആല മഹാൻ എന്താണ് യഖൂൽ പറയുന്നു, മൻ തഅമ്മല, വല്ലവർത്തനും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ, വജദ അഷ്റഫ അഹ്ലി കുല്ലി മജ്ലിസിൻ, എല്ലാ മജ്ലിസിലും ഉണ്ടാകും ആ കൂട്ടത്തിൽ ഉന്നതനായ ഒരാളുണ്ടാവും, അയാളെ കിട്ടും. വഅക്സറുഹും ഹൈബത്തൻ, പേടിയാലും ബഹുമാനത്താലും അവർ കൂട്ടത്തിൽ അധികം ആരാണ്, ആരെ പിന്നെ ബഹുമാനിക്കുകയും പേടിക്കുകയും ചെയ്യാൻ കൂടുതൽ, അത് ഉമ്മൻ ഒരുത്തനാണ്. ഇങ്ങനത്തെ ഒരുത്തൻ കാന അക്സറുഹും സുകൂത്തൻ, അവരുടെ കൂട്ടത്തിൽ അധികം മൗനിയായി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കുന്നവരാരോ അവരെ ആദരിക്കാൻ നിൽക്കുക. ഇതിന് വളവളാറിനിങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. എന്താ കാരണം? അന്ന സുക്കൂത്ത സീനത്തുൽ ആലിമി വസത്തുൽ ജാഹിലി, പടിവിഡ്ഢിക്ക് മറയാണ് മൗനം, ആലിമീങ്ങൾക്ക് മൗനം അഴകാണ്. ഒരു കാര്യത്തിന് സംസാരിക്കുള്ളൂ. വിഡ്ഢിയായ ഒരാൾ, വിവരമില്ലാത്ത ഒരാൾ മൗനത്തിൽക്കാണ് ആ മറ പൊടിയൂല. ഇങ്ങനെയുള്ള പല ഉപകാരങ്ങളും സംസാരം കുറച്ച് ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് കിട്ടും. വഹൈബ് ബിൻ വർദ് റഹിമഹുല്ലാഹ് യഖൂൽ, മഹാൻ പറയുന്നു, അൽ ആഫിയത്തു, സുഖം എന്ന് പറഞ്ഞത് അസ്റത്തു അജ്സാഇൻ, 10 ഭാഗങ്ങളാണ്. തിസ്അത്തും മിൻഹാ ഫിസ്സുംതി, അവയിൽ 9 ഭാഗങ്ങളും കിടക്കുന്നത് എവിടെയാണ്? മൗനത്തിലാണ്. വാഹിദും ഫിൽ ഹർബി മിനന്നാസ്, ഒന്ന് ജനങ്ങൾ തൊട്ട് ഓടിപ്പോവുക, ഒരു ഭാഗമാണ് ജനങ്ങൾ തൊട്ട് ഓടിപ്പോകുക എന്നുള്ളത്, ബാക്കി 9 മൗനത്തിലാണ്. അത്ര പ്രാധാന്യമുണ്ട് സുക്കൂത്തിന്. ആഫിയത്ത് അതാണ് വേണ്ടത്. കാരണം നാക്കൊണ്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആഫിയത്തും വല്ല സുഖം ഉണ്ടാവും, മാനസിക രോഗം ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, കിച്ചറൊക്കെ ഉണ്ടാവും, നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ. അതാണ് ആ ആഫിയത്ത് വേണ്ടത്. അതൊക്കെ സുഖം കിട്ടണോ? എന്നാൽ 9% ഉണ്ട്, അതൊക്കെ 1% മാത്രം ചെയ്യാൻ മതി, ജനങ്ങൾ തൊട്ട് ഓടിപ്പോകുമാണെന്നാണ്. കാല, മഹാൻ പറയുന്നു, മൻസൂർ മുഴത്തമിർ എന്ന് പറയുന്ന മഹാൻ 40 സന 40 കൊല്ലം താമസിച്ചു. ലാ യതക്കല്ലു ബഅദൽ ഇശാ ബിൽ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്തൊന്നും അവർ സംസാരിക്കൂല, ആ നിർത്തിയ. അപ്പൊ കാൽ ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നു, വാ അജബ, വല്ലാത്തൊരു പുതുമയാണ് എനിക്കുള്ളത്, ഇബ്നു ആദം, മനുഷ്യപുത്രന്. കാരണം എന്താ? മലക്കാവു അല നാബൈഹി, അവന്റെ 2 ഭാഗം നൽകുക മലക്കുകളുണ്ട്. വലിസാനു കലമഹുമ, ഇവന്റെ നാക്കാണ് ആ 2 മലക്കിന്റെ പേന. വലീഖുഹു മിദാദുഹുമ, ഇവന്റെ തുപ്പുനീരാണ് അവർ 2 പേർ ഉപയോഗിക്കുന്ന മഷി. വഹുവ യതക്കലു ഫീമാ ബൈന ദാലിക ഫീമാ ലാ യഅൻ, എന്നിരിക്കെ ഇതൊക്കെ ആയിട്ടും അതിന്റെ ഇടയിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലക്കളത് എഴുതി വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. വഖദ് മഖദ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഖബല മൗതിഹി, മൂപ്പര് വഫാത്താകുന്നതിന്റെ മുമ്പ് 20 കൊല്ലം ലാ യതകല്ലമു ബികലാമി അഹ്ലി ദുനിയ, ദുന്യാവിന്റെ ആൾക്കാരുടെ സംസാരവും സംസാരിച്ചിട്ടില്ല. ദുന്യാവിന്റെ ആൾക്കാർ എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്, അങ്ങനെ സംസാരം മൂപ്പര് 20 കൊല്ലമായിട്ട് സംസാരിച്ചിട്ടില്ല. വഖദ് വഖാലി ഹസ്സാൻ ഇബ്നു സിനാൻ റഹിമഹുല്ലാഹു തആല അന്നഹു കല്ലമ, ബഹുമാനപ്പെട്ടവര് പറയാണ് മൂപ്പർക്ക് സംഭവിച്ചു എന്ത്? അന്നഹു തകല്ലമ കലിമത്തിലഹ്, മൂപ്പര് ഒരു വേണ്ടാത്ത കലിമത്ത് കൊണ്ട് അങ്ങ് സംസാരിച്ചു, ഫലമില്ലാത്ത കലിമത്ത. ആ കലിമത്തോട് സംസാരിച്ചപ്പോ സ്വന്തം ശരീരത്തെ ശിക്ഷിച്ചത് എങ്ങനെ? ബിസോമി സന, 1 കൊല്ലം നോമ്പ് വിട്ടു. 1 വർഷത്തെ നോമ്പ് കൊണ്ട് ശിക്ഷിച്ചു ആരെ? സ്വന്തം ശരീരത്തെ വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞതിനാണ്. അതായിരുന്നു അവരുടെ ചിന്തകൾ. വക്കാന ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ ആയിരുന്നു, ഇതാ തക്കല്ലവി കലിമത്തിൽ, വേണ്ടാത്തൊരു കലിമത്ത് കൊണ്ട് അങ്ങനെ സംസാരിച്ചാൽ യഖൂലു അഖിബഹ, ആ കലിമത്തിന്റെ ഉടനെ മഹാൻ പറയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയും.
സുമ്മ യഖൂലു പിന്നെ മഹാൻ പറയും കാനു യക്റഊന കലാമദ് ദുനിയാവി മജ്ലിസി മിൻ ഗൈരി അൻ യുഖാലിതു കലാമു ഖൈർ. നന്മയുടെ കലാമ് കലരാത്ത എല്ലാ മജ്ലിസുണ്ടോ അത്തരം മജ്ലിസുകൾ കലാമ് ദുന്യവിയായ കലാമ് എന്താവും അവരൊക്കെ വെറുത്തിരുന്നു എന്ന് കാണാം. വഖദ് മഖദ മൗറഖുൽ അജ്ലി റഹ്മഹുല്ലാഹു തആല 20 സന മൂപ്പരും തന്നെ 20 കൊല്ലക്കാലം താമസിച്ചു. യതഅല്ലമു സുംത ഹത്താ തമ്മനഹു. മഹാനവറുകൾക്ക് സുംത്ത് പഠിച്ച് പരിപൂർണമാവുന്നത് വരെ അങ്ങനെ ഇരുന്നതാ. വഖദ് കാന മഅറൂഫുൽ ഖർഖി റഹ്മഹുല്ലാഹു തആല മഹാൻ പറയുന്നത് യഖൂലു കലാമുർ റജുലി ഫീമാ ലാ യഅനിഹി. ആവശ്യമില്ലാത്ത കാര്യത്തില് ഒരാൾ സംസാരിക്കുന്നുവെങ്കിൽ ആ സംസാരിക്കുന്നതിന്റെ വാക്ക് മിൻ ഖിദ്ലാഇല്ലാഹി അള്ളാഹു അവനെ ഒഴിവാക്കി വെടിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ അതാണ് ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടൂല. അപ്പൊ കാരണം മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹു തആല യഖൂലു മഹാൻ പറയുന്നു കലാമുർ റജുലി ഫീമാ ലാ യഅനിഹി യഖ്സിൽ ഖൽബ വയൂഹിൽ ബദന വയുഅസ്സിറു അസ്ബാബ റിസ്ഖ. ഒരാൾ ആവശ്യമില്ലാത്ത സംസാരിച്ച 3 കാര്യം അത് നേടേണ്ടി വരും. ഒന്ന്, അവനെന്താ കൽബ് ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയില്ല, കടുകട്ടിയാവും. 2, ശരീരത്തെ അകപ്പാടെന്താക്കേണ്ടി വരും, എളുപ്പത്തരമാക്കേണ്ടി വരും. പിന്നെ ജീവിതത്തിന്റെ എല്ലാ കാരണങ്ങളും പ്രയാസപ്പെടുകയും ചെയ്യും. ഇതാണ് ആവശ്യമില്ലാത്ത സംസാരം കൊണ്ടുള്ള ഉപകാരം. ഖുലുമാൻ പറയുമായിരുന്നു ബിൽ ലിസാനി നാവ് കൊണ്ടാണ് തലയെ സൂക്ഷിക്കപ്പെടുക. അപ്പൊ നാവ് മദ്യം തല പോക്കാന്. അപ്പൊ അത്രത്തോളം നാവിനെ കൊണ്ട് വിലയുണ്ട്, നന്മയുമുണ്ട്. മഹാനവറുകളായിരുന്നു ഖലീലൽ കലാമി ജിദ്ദ, വളരെ സംസാരം കുറഞ്ഞ മഹാനായിരുന്നു. വേണ്ടതിന് മാത്രം സംസാരിക്കാനില്ല. അപ്പൊ കാന യഖൂലു അസ്ഹാബി, തന്റെ ശിഷ്യന്മാരോടും കൂട്ടുകാരോടും മഹാൻ പറയുമായിരുന്നു സഹായിപ്പിക്കും, നിങ്ങളെ ഏടുകളിൽ നിങ്ങൾ നിറക്കുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കാണിയും. ഫൈന്നുഹു യുഖറു അലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ മേൽ അത് വായിക്കപ്പെടുക തന്നെ ചെയ്യും. വേണ്ടാത്തത് കൊണ്ട് സംസാരിച്ചവന്റെ കേടേ. വലോ അന്നഹദക്കും അംലാ ഇലാ അഖീഹി കലാമുൻ, ആരെങ്കിലും ഒരാൾ തന്റെ സഹോദരനിലേക്ക് ഒരു കലാമിനിട്ട് കൊടുത്താൽ ഫീഹി, അത്തരത്തിൽ ആ കലാമിലുണ്ട് ഖുബ്ഹുൻ, മോശമായ പരിപാടിയുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ലകാന ദാലിക, അതായി മാറി ഖില്ലത്ത ഹയാഇ മഅഹു, അദ്ദേഹത്തിനോട് കൂടെ ഉള്ള നാണം കുറഞ്ഞതിന് കാരണമായി. വകൈഫ ബിറബ്ബി സുബ്ഹാനഹു വ തആല, റബ്ബിനെ റബ്ബിനെ കൊണ്ട് അവരെങ്ങനെയാണ്. ഫകാന റബീഉ ബിൻ ഖൈസം റഹിമഹുല്ലാഹു തആല ഇദാ അസ്ബഹ വല്ലാഹു ഖിർതാസൻ. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ വല്ലാഹു ഖിർതാസൻ, ആര് റബീഉ എന്ന ഖൈസവരെ മൂപ്പര് നേരം പുലർന്നു കഴിഞ്ഞാൽ കടലാസ് വെക്കും, ഒരു പെന്നും വെക്കും. ഇവിടെ വെക്കാലായതൊക്കെല്ലാം യോമിലാ, അന്നേ ദിനത്തിൽ വേണ്ടാത്തൊന്നും സംസാരിക്കൂല. ഇല്ലാ ഹാസബ നഫ്സു അലി, അതിന്റെ മേലിൽ സ്വന്തം നഫ്സിനെ വിചാരം ഇറക്കിയിട്ടല്ലാതെ. ഇന്ത ഉറൂബി ശംസി, നേരം പുലരുമ്പോ, പിന്നെ വൈകുന്നേരം ആകുമ്പോ. അപ്പൊ രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ഇതാ പണി. അഥവാ എങ്ങാനുണ്ടെങ്കിൽ മുമ്പിൽ എന്ത് ചെയ്യും, സൂര്യാസ്തമാന സമയത്ത് എന്ത് ചെയ്യും, അതിന് വിചാരം നടത്തുന്നു. ഫകാന യഖൂലു, മഹാൻ പറയുമായിരുന്നു ബലാന, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വിവരം, അന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ കാന യളഉൽ ഹജറ, കല്ല് വെക്കുമായിരുന്നു ഫീ ഫമീ, തന്റെ വായിൽ. ഫഅലദാലിക ഇദ്ദത സിനീന, ഒരുപാട് വർഷക്കാലത്തോളം ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വായിൽ കല്ല് വെച്ച് പ്രവർത്തിച്ചു. ഹത്താ തഊദ ഖില്ലത്തുൽ കലാം, കലാമിന്റെ ചുരുങ്ങിയ കലാം അദ്ദേഹത്തിന് മടങ്ങി വരുന്നത് വരെ. വകാന ലാ യുഖ്രിജുൽ ഹജറ, കല്ല് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു എടുക്കുമായിരുന്നില്ല. ഇല്ല എന്നല്ലക്കില്, ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലാതെ, വഇന്ദ സ്വലാത്തി, നമസ്കാരത്തിന്റെ സമയത്തുമല്ലാതെ കല്ലെടുക്കാറില്ല. കുല്ലു ദാലിക, ഇതൊക്കെ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ ഖശിയത്തുൻ അൻ യതകല്ലമ ഫീമാ ലാ യഅനിഹി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കും, അങ്ങനെ സംസാരിക്കുക എന്ന് ഭയമുള്ളവൻ. അല്ലാഹ് വൈന്ദ സ്വലാത്തി, നിസ്കാരത്തിന്റെ സമയത്തും അങ്ങനെ തന്നെ കല്ലെടുത്ത് വെക്കും. എന്നിട്ട് എന്താ കൊല്ലുതാരിക്ക, ഇതൊക്കെ മഹാൻ ചെയ്യുന്നത് എന്താ, ഹശിയത്ത അയ്യതകലീമാലായും, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കൽ ഭയന്നത് കൊണ്ടാണ് ചെയ്തത്. ഉമ്മനമ്മ ഹദറത്തുൽ വഫാത്തു, മഹാനവറുകൾക്ക് വഫാത്തും മരണം എന്തായി സന്നമായി.
മരണം ആസന്നമായപ്പോൾ എന്തുണ്ടായി? മരണം ആസന്നമായപ്പോൾ സ്വാറ യുഖ്രിജു ലിസാനോ, തന്റെ നാവ് പുറത്തേക്ക് എടുത്തിട്ട് മഹാൻ പറയുന്നു, വയഖൂലു, എന്നിട്ട് മഹാൻ പറയുന്നു, ഹാദാഹു വല്ലദീ ഔറദൽ മവാരിദ, എവിടെല്ലാം ചെല്ലാൻ പറ്റുമോ പോകാൻ പറ്റുമോ അവിടെയെല്ലാം എന്നെ കൊണ്ടാക്കിയിട്ടത് ഈ നാക്കാണ് എന്ന് പറഞ്ഞു. അത്രത്തോളം നാക്കിന് ഭയന്നവരായിരുന്നു മഹാരഥന്മാർ. നികുതി കൊടുക്കണ്ട, പാട്ടം കെട്ടണ്ട, തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന അവകാശം അവനെ കൊണ്ടല്ല വെച്ചിട്ടില്ല. അതൊക്കെ അള്ളാഹു താല ചോദ്യം ചെയ്യും. വഖദ്കാരല്ലേ മാമാലിക്കറലി അള്ളാഹു താലാന്റെ മഹാനവറുകളായിരുന്നു. വല്ലാതെ സംസാരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ യഖൂലുഹു, ആ സംസാരിക്കുന്ന വ്യക്തിയോട് മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അംസിക് അലൈക ബഅദ കലാമിക, നിന്റെ മേലാട്ട് നിന്റെ കലാമിന് ചിലത് നീ എന്താക്കണം, അവിടെ മറച്ചു വെച്ചോ അല്ല പിടിച്ചു വെച്ചോ ഒക്കെ പറയാൻ പാടില്ല. വകാന യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, തർക്കു കലിമത്തിൽ അബിൻ, വേണ്ടാത്ത വചനം ഉപേക്ഷിക്കുക എന്നുള്ളത് അശദ്ദു, അതേറ്റവും കഠിനമായതാണ്, നഫ്സി, സ്വന്തം ശരീരത്തിന്റെ മേൽ, മിൻ സിയാമി യൗമിൻ, ഒരു ദിവസം നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അതികഠോരമാണ്, നല്ല പ്രയാസമാണ് സ്വന്തം നഫ്സിന്റെ മേലിൽ എന്താണ് ഇതൊക്കെ ഒഴിവാക്കലെടുക്കലും. കാരണം എന്തുകൊണ്ടാണ്? നിശ്ചയമായിട്ടും ഒരാള് ആ ചൂട് കഠിനമായ ദിനത്തിൽ നോമ്പിനെ ചിലപ്പോൾ എന്താണെന്നറിയാൻ സഹിക്കാൻ കഴിയും, വഹിക്കാൻ കഴിയും. ഒരായത് അമ്മലോ തുറക്കു കരിമത്തില്ലാത്തോനീഹി, ആവശ്യമില്ലാത്ത കുറെ വചനങ്ങൾ, ഇത്ര വചനം ഉപേക്ഷിക്കൽ എന്താവുന്ന സാധ്യമാകൂല എന്ന്. ഫഅലംദാലികയാഹി, എന്റെ സഹോദര നീ അറിയണം, ഫത്തിസ് നഫ്സക, നിന്റെ ശരീരത്തെ നിന്റെ മനസ്സിനെ പരിശോധിക്കുകയും, ഹൽ വഫൈത ബിഹാദല്ലദീ ഫീ ഹദീസ് കൊണ്ട് പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടോ, കസർത്ത വീ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞതുമല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. വാക്കുതറ അല്ലൈലി വന്നഹാരി, പകൽ സമയത്ത് മുഴുവനും അല്ലാഹുവിനെ പൊറുക്കന്നത്താണ് അധികരിപ്പിച്ചോ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.